റീകൺസ്ട്രക്ഷൻ കഴിഞ്ഞ പള്ളിയായത്. എക്സ്റ്റേണൽ ഇന്റീരിയറിൽ ഞാൻ നേരത്തെ ഏതോ ഫോട്ടോയിൽ ഇട്ടിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഓഫീസ്. ഇത് മറ്റേ കാർ പോർച്ച്, പ്രീസ്റ്റിന് വേണ്ടിയുള്ള കാർ പോർച്ച്. ഇത് ഓഫീസ്. ഇത് വൈസാർ എന്ന് പറഞ്ഞാൽ പ്രീസ്റ്റ്. ഇവിടെ വരുന്ന പ്രീസ്റ്റ് വൈസാർ പ്രീസ്റ്റ് എന്നാണ് ഇട്ടേക്കണേ. മറ്റേ പ്രീസ്റ്റ് ആണെങ്കിൽ അവർക്ക് കൊണ്ടിരിക്കാം. ഇത് ഓഫീസും ഇത് പ്രീസ്റ്റിന് വേണ്ടിയുള്ള. മേളിൽ ഹോളാണ്. ഫസ്റ്റ് ഒരു 1 ഫ്ലോർ ഹോളാണ്. അത് മിക്കവാറും ഈ ബാപ്റ്റിസം ഫംഗ്ഷനൊക്കെ വേണ്ടി അതിലേക്കുള്ള എൻട്രൻസാണ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടേക്കണേ. ബാപ്റ്റിസം ഫംഗ്ഷന് വേണ്ടി ഒരു 300 പീപ്പിൾസ് വരെ കൊടുക്കാം. ഇനി അപ് ടു 300 പീപ്പിൾ. അത് മറ്റേ വാഷിംഗ് ഏരിയയും ടോയ്ലറ്റും ഒക്കെ ആയിട്ട്. ഈ ഏരിയയിൽ എവിടെയോ ഇത് താഴോട്ടുള്ള വഴിയാണ്. ചർച്ചിൻ്റെ തന്നെ പ്രോപ്പർട്ടിയാണ് ഈ താഴെ കാണുന്ന പ്രോപ്പർട്ടിയും ബാക്കിൽ കാണുന്ന പ്രോപ്പർട്ടി. അത് 3.5 ഏക്കേഴ്സ് ഉണ്ട്. ആ മേളിൽ ആ റബ്ബർ തോട്ടത്തിൻ്റെ അപ്പർ സൈഡിൽ കാണുന്ന ഒന്നും ചെയ്യാതെ ഇട്ടേക്കുന്ന പ്രോപ്പർട്ടിയും ചർച്ചിൻ്റെയാണ്. ഈ റബ്ബർ തോട്ടത്തിൻ്റെ അല്ലേ ഇപ്പുറ സൈഡിലായിട്ട് കാണുന്നത്. ഈ മേളിൽ തട്ടി കാണുന്നത് റബ്ബർ തോട്ടം വേറെ ആളുടെയാണ്, പ്രൈവറ്റ് പാർട്ടിയുടെയാണ്. അതിൻ്റെ അപ്പുറത്ത് വട്ടയൊക്കെ ചുമ്മാ നിൽക്കുന്ന പ്രോപ്പർട്ടിയില്ലേ, എല്ലാം കൂടെ ഇങ്ങോട്ട് 3.5 ഏക്കേഴ്സ് ഉണ്ട്. പണ്ട് ഇവിടെ അംഗൻവാടിക്ക് ഈ പള്ളിയുടെ സ്ഥലത്ത് നിന്ന് 10 സെൻറ്റ് സ്ഥലം പൈലപ്പിളച്ചേട്ടൻ കൊടുത്തതാണ്. പുള്ളിയായിരുന്നു പള്ളിയുടെ ട്രസ്റ്റിയും മറ്റേ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ. പള്ളിയുടെ സ്ഥലത്ത് നിന്ന് 10 സെൻറ്റ് സ്ഥലം അംഗൻവാടിക്കായിട്ട് പൈലപ്പിളച്ചേട്ടൻ്റെ കാലത്ത് കൊടുത്തതാണ്. ഇതാണ് ജെൻസ്. മറ്റേ ആദ്യം കാണിച്ച ലേഡീസിൻ്റെ സൈഡ്. വാതിലൊക്കെ എല്ലാം അൾട്രാ മോഡേൺ ആക്കി. ഉണ്ടല്ലോ വാതിലിൻ്റെ കൊത്തുപണികളൊക്കെ ചെയ്ത് അൾട്രാ മോഡേൺ ആക്കി. ബ്രദറിൻ്റെ കമ്പനി അത് JJ കൺസ്ട്രക്ഷനാണ് ഇതിൻ്റെ മറ്റേ വർക്ക് മൊത്തം ചെയ്തത്. ആ പുള്ളി ആ വർക്ക് ചെയ്യണോണ്ട് അന്ന് ഇങ്ങനെ പള്ളിയിൽ അച്ഛനും ട്രസ്റ്റിമാരും അങ്ങനെയൊക്കെ ചോദിച്ചു, അതിനോട് ചെയ്യാമോ എന്ന് ചോദിച്ചു. അങ്ങനെ പുള്ളി ചെയ്തതാണ്. ഇതാണ് ഫ്രണ്ടിലുള്ള മെയിൻ എൻട്രൻസ്. നമ്മുടെ സിംബൽ ഓഫ് ദി ചർച്ചാണ് ഈ കാണുന്നത്. മൈ ലോഡ് ആൻഡ് മൈ ഗോഡ് എന്നുള്ള മറ്റേ ഓർത്തഡോക്സ് MOSC ചർച്ചിൻ്റെ സിംബലാണ് കാണുന്നത്. സെൻറ്റ് തോമസ് കൊണ്ട് പറഞ്ഞ മൈ ഗോഡ് ആൻഡ് മൈ ലോഡ്. ഇതാണ് 7th ഉണ്ട്. ഇതിനെപ്പറ്റിയുള്ള ഹിസ്റ്ററി ഇവിടെയുണ്ട്. ഇതൊന്നുകൂടെ ക്ലിയർ ആക്കി. സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് കോട്ടൂർ, ഫൗണ്ടഡ് ഓൺ 4th century ഉണ്ടാക്കി. ഇറ്റ് ഇസ് ഫൗണ്ടഡ് ഓൺ 4th century. റെനോവേറ്റഡ് ചർച്ച് ഇസ് കൺസ്ട്രക്റ്റഡ് ബൈ മോർ ആൻഡ് മോർ ബെസേലിയോസ് ഹിസ് ഹോളിനസ് മോർ ആൻഡ് മോർ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ്. HH എന്ന് പറഞ്ഞാൽ ഹിസ് ഹോളിനസ് മോർ ആൻഡ് മോർ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ടു മാർത്തോമ പൗലോസ് ടു അല്ല, മാത്യൂസ് 3 അല്ല, പൗലോസ് 2ൻ്റെ കാലത്താണ് ഇത് കോൺസിഗ്രേറ്റ് ചെയ്ത്. പ്രീവിയസ് കാതോലിക്കയുടെ കാലത്താണ് പൗലോസ് 2. HH മോർ ആൻഡ് മോർ ബെസേലിയോസ് മാർത്തോമ പൗലോസ് 2 കാതോലിക്കോസ് ഓഫ് ഈസ്റ്റ് ആൻഡ് മലങ്കര മെട്രോപൊളിറ്റൻ ഓൺ 26th April 2009, അസിസ്റ്റഡ് ബൈ HG മാത്യൂസ് മാർ സേവിയറിയോസ് ഡയോസിയൻ മെട്രോപൊളിറ്റൻ, HG യോഹന്നാൻ മാർ ദിയോസ്കോറോസ് ഹോളി എപ്പിസ്കോസ് സിനഡ് സെക്രട്ടറി ആയിരുന്നു. യോഹന്നാൻ മാർ ദിയോസ്കോറോസ് ഹോളി എപ്പിസ്കോപ്പൻ സിനഡ് സെക്രട്ടറി ആൻഡ് മെട്രോപൊളിറ്റൻ ചെന്നൈ ആയിരുന്നു. റവറൻ ഫാദർ ജേക്കബ് കുര്യൻ ചെമ്മനം വൈസാർ, TV ആൻഡ്രൂസ് അസിസ്റ്റൻറ്റ് വൈസാർ, മഹേഷ് തങ്കച്ചൻ, റവറൻ ഫാദർ ജേക്കബ് കുര്യൻ ചെമ്മനം വൈസാർ, റവറൻ ഫാദർ TV ആൻഡ്രൂസ് അസിസ്റ്റൻറ്റ് വൈസാർ, റവറൻ ഫാദർ മഹേഷ് തങ്കച്ചൻ അസിസ്റ്റൻറ്റ് വൈസാർ. ഇത് റീകൺസ്ട്രക്ഷൻ ചെയ്തതിന് ശേഷമുള്ള 2019 April 26th, 2019 റീകൺസ്ട്രക്ഷൻ ഓഫ് ദി ചർച്ച് വാസ് ഡൺ ഓൺ completed on and new church was inaugurated. This reconstructed church was inaugurated on. Church was there from 4th century onwards, but the reconstruction was done. Recent reconstruction, many reconstruction was done last 16th centuries. Last reconstruction was done on 26th April 2019. Before that, between 1877 and
1912 Muhammadil Bawa, when he was bishop, he has reconstructed it. 120 to 140 years back, this church was reconstructed. So this is the latest reconstruction of the church.